പ്രിയമുള്ളവരെ, ഇപ്പോൾ പുതിയതായി ഒരു വിശ്വാസ രീതി കടന്നു വന്നിട്ടുണ്ട്. പുതിയതാണ്, വളരെ പുതിയതാണ്. 2026 മാത്രം നമ്മിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആരാധന രീതി, ഒരു പ്രാർത്ഥന രീതി, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയാണിത്. ഇത് മറ്റൊന്നുമല്ല, മാതാവിൻ്റെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കുന്ന ആ നീലക്കാപ്പയിലേക്ക് ഞങ്ങൾ ചേരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം അത് വളരെ വലുതാണ്. നിങ്ങൾ നോക്കുക, ഞങ്ങൾ വിഗ്രഹാരാധകരല്ല, ഇതൊരിക്കലും വിഗ്രഹാരാധനയല്ല, ഇതൊരു വണക്കം മാത്രമാണ്. ഇനി വണക്കത്തിൻ്റെ ഒരു എക്സ്ട്രീം, അതായത് ഹൈപ്പർദൂലിയ എന്നൊക്കെ പറയുന്ന ആ വണക്കത്തിൻ്റെ ഒരു എക്സ്ട്രീം മാത്രമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ അസൂയക്കാരെങ്കിലും പറഞ്ഞേക്കാം, നിങ്ങൾ വിഗ്രഹാരാധകരാണ്, അല്ലയോ കത്തോലിക്കരെ നിങ്ങൾ വിഗ്രഹാരാധകരാണെന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം. അത് അസൂയ കൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഏതെങ്കിലും നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അത് അനുഭവം ഉള്ളവരോട് ചോദിച്ചാലേ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണുക. ഇവിടെ രണ്ട് സഹോദരിമാർ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നു. ഒരു മാതാവിൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു വലിയ വിഗ്രഹം അവിടെ വെച്ചിരിക്കുന്നു. ആ വിഗ്രഹത്തിന് ഒരു നീല കാപ്പ, അതായത് പുരോഹിത വസ്ത്രമാണ് കാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പ്രാർത്ഥനയുണ്ട്, മാതാവേ നിന്റെ നീലക്കാപ്പയ്ക്കും ഉള്ളിൽ എന്നെ മറയ്ക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നീലക്കാപ്പ എന്ത് ചെയ്യും, രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ആവശ്യക്കാരൻ എന്താണോ അവൻ്റെ നിയോഗം, ആ നിയോഗം സമർപ്പിച്ച് ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കുക. രണ്ട് സഹോദരിമാർ നീലക്കാപ്പയും കൊണ്ട് മറയ്ക്കും. അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള പുരോഹിതൻ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. അമ്മമാർ നിർബന്ധിച്ചിട്ടായിരിക്കാം, അപ്പന്മാർ നിർബന്ധിച്ചിട്ടായിരിക്കാം. ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങുന്ന ആളുകൾ ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നീലക്കാപ്പയ്ക്കുള്ളിൽ മറയ്ക്കപ്പെട്ട് പരീക്ഷയുടെ വിജയം തുടങ്ങി എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതാ വളരെ പെട്ടെന്ന് ഫലപ്രാപ്തിയുള്ള ഒരു പുതിയ ഐറ്റം. ആരെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ, അസൂയുണ്ടോ, ഇത് വിഗ്രഹാരാധനയാണെന്ന് തോന്നുന്നുണ്ടോ? തികച്ചും അസൂയയാണ്, മറ്റൊന്നുമല്ല. ഞങ്ങൾ വിഗ്രഹാരാധകരല്ല, ഞങ്ങൾ വിഗ്രഹത്തെ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ വിഗ്രഹത്തിൻ്റെ മുൻപിൽ ഒരു ആശ്രയവും നടത്തുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും വിഗ്രഹാരാധനയായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. ആദ്യമായി ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ഒന്ന്, ഒരു വിഗ്രഹത്തെ വസ്ത്രം അണിയിക്കുക. ആക്ച്വലി ആ വിഗ്രഹത്തിന് വസ്ത്രമുണ്ട്, പക്ഷെ എന്നാൽ പോലും അതിനെ കുറച്ചുകൂടി മോടിയാക്കി മറ്റൊരു വസ്ത്രം അണിയിക്കുക. ആ വസ്ത്രം അണിയിച്ചിട്ട് അത് തുറക്കുക. അപ്പോൾ ഞാൻ ഇതെന്തുവായി പരിപാടി? അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുക, എന്നിട്ട് കെട്ടിപ്പിടിക്കുക, എന്നിട്ട് ഈ വസ്ത്രം കൊണ്ട് മറയ്ക്കുക. എന്തെല്ലാം ആചാരങ്ങളല്ലേ, എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ്. ദൈവവചനമുണ്ടോ? മാനസാന്തരമുണ്ടോ? ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കുന്നുണ്ടോ? ഇതൊന്നും വേണ്ട. അനുഗ്രഹം പ്രാപിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക് ഭൗതികമായ എന്തെങ്കിലും ലഭിക്കുക, ഇതല്ലാതെ മറ്റൊരു തലം നമുക്കില്ല. ദൈവവചനം വായിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിനെടുത്ത സമയം ആ സിസ്റ്റേഴ്സും ആ പുരോഹിതനും കൂടെ 2 വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചേ. ഈ പറയുന്ന ഒരു മാതാപിതാക്കളും ഒരാളെ അതിൻ്റെ അധികം തള്ളിവിടത്തില്ല. കാരണം അവർക്ക് വചനം വേണ്ട, വചനത്തോട് യാതൊരു താല്പര്യമില്ല. പകരം ഇങ്ങനത്തെ കോപ്രായങ്ങൾ, കോലാഹലങ്ങൾ ആര് കാണിച്ചാലും അത് ശരി എന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ അതാണ് യഥാർത്ഥ രീതി എന്ന് വിശ്വസിച്ച് ഇതാണ് വിശ്വാസം, ഇതാണ് ശ്രേഷ്ഠത എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ പലരും. എനിക്ക് കൗതുകരമായി കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ഇതിനൊപ്പം ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് ചെറിയ പിള്ളേർ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. ചെറിയ നിക്കറൊക്കെ ആയിട്ടുള്ളൊരു പ്രായം, 2ലോ 3ലോ ഒക്കെ ഉള്ള ആ ഒരു കാലഘട്ടം. അപ്പോൾ അവർ 50 മീറ്ററോ 100 മീറ്ററോ ഒരു ഓട്ട മത്സരം 1ഓ 2ഓ ലാപ്പ് ഓടി തിരിച്ചു വന്ന് വീണ്ടും ഓടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുത്തൻ ഓടുന്നു, അതിനിടയിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള പോലെ തന്നെ ബട്ടൺസ് പൊട്ടിപ്പോകും, പിന്നായിരിക്കും ഓടിക്കഴിയുമ്പോൾ പിന്നെ ഊരി പോയിട്ടുണ്ടാകാം. അവൻ നോക്കിയപ്പോൾ ഓട്ട മത്സരത്തിൽ വിജയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് പുള്ളി നിക്കറൊന്നും കാര്യമാക്കിയില്ല, നിക്കർ അവിടെ ഊരിയിട്ടു. അവൻ നിക്കർ ഊരിയിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ കൂടെയുള്ള വിദ്യാർത്ഥികൾക്കൊരു കൺഫ്യൂഷൻ. ഇനി ഇതായിരിക്കുമോ ഈ മത്സരത്തിൻ്റെ നിയമം? നിക്കറിട്ട് ഓടിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടത്തില്ല എന്ന ചിന്തയിൽ കൂടെയുള്ളവന്മാർ കൂടെ നിക്കർ ഊരിയിട്ട് ഓടുന്നു. അവൻ ആദ്യം ഓടി അടുത്ത ലാപ്പ് തിരിച്ചു വരുമ്പോൾ അവൻ ഊരിയിട്ട നിക്കർ എടുത്തിട്ട് അവൻ പോകുന്നു. അപ്പോഴും പിള്ളേർക്ക് സംശയം, ഇനിയിപ്പോൾ ഇതായിരിക്കും ആചാരം. അവനും മറ്റുള്ള 2 പേരും ആ നിക്കർ എടുത്തിട്ടിട്ട് ഓടുന്ന ഒരു കാഴ്ച.
ആദ്യം വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയോ, ഇത് പുതിയ നിയമമാണോ, ഇത് ഏത് രാജ്യത്താണ് ഇങ്ങനെ ഒരു നിയമം എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളെല്ലാവരും ചിരിച്ചിരിക്കുന്ന, മിക്കവരും കണ്ടിരിക്കുന്നൊരു വീഡിയോ. സത്യത്തിൽ നമ്മളുടെ വിശ്വാസം ഇതാ. ഇപ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിന്, ഇപ്പോൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു തലം ഇതാണ്. ഇതിനപ്പുറത്തോട്ട് വേറെ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയത്തില്ല എന്തിനാ ഇത് ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണ്, ആരാണിത് ചെയ്യാൻ പറഞ്ഞത്, ഒരു ഐഡിയ ഇല്ല. ദൈവവചന അടിസ്ഥാനമാണോ? അല്ല. ദൈവവചന അടിസ്ഥാനമാണോ നമുക്ക് അറിയണോ? അറിയണ്ട. ആര് എന്ത് പറഞ്ഞാലും അത് വരുത്തുക, അത് കൊണ്ടുവരിക. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ് ആദ്യം വന്നതെങ്കിൽ പിന്നീട് കടലോര പ്രദേശത്തോടുകൂടി ഇങ്ങനെ പ്രവേശിച്ച് തിരുവനന്തപുരം, അങ്ങനെ കൊല്ലം, അവിടെ നിങ്ങളുടെ ആലപ്പുഴ, ഇങ്ങോട്ട് എറണാകുളം, ഇങ്ങനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. ഇത് കണ്ട് തൊട്ടിപ്പുറത്ത് കടൽ മാറി കരപ്രദേശവും ടൗണിലേക്കും അല്ലെങ്കിൽ മലപ്രദേശവുമായിട്ടുള്ള എല്ലായിടത്തേക്കും ഇത് വ്യാപിക്കും. പിന്നെ ഈ വിഗ്രഹത്തിൻ്റെ കാപ്പയ്ക്കുള്ളിലുള്ള മറയാണ് നമുക്കൊക്കെ ആശ്രയം എന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി നിൻ്റെ ആശ്രയം ക്രിസ്തുവാണോ അതേ വിഗ്രഹമാണോ? ക്രിസ്ത്യാനി നമ്മളുടെ ആശ്രയം, നമ്മളുടെ ലക്ഷ്യം, നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മളെ കാത്തു പരിപാലിക്കുന്നത്, നമുക്ക് സഹായകനായി ദൈവം നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ് എന്നൊരു ബോധ്യം നമ്മളിൽ ഇല്ലാതെ വരുന്നു. ആ ഒരു ബോധ്യം നമ്മളിൽ ഇല്ലാതെ നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പൈശാചികമായ ഇത്തരം പ്രവൃത്തി ഇനിയെങ്കിലും നമ്മൾ നിർത്തലാക്കണം. ഇനിയെങ്കിലും നമ്മൾ ഇത്തരം പ്രവണതകളിൽ നിന്നും ഇത്തരം രീതികളിൽ നിന്നും നമ്മൾ പിന്മാറണം. പ്രിയപ്പെട്ട യുവജനമേ, യുവസമൂഹമേ, ഇത് നിങ്ങളെയാണ് ചൂഷണം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ വേദന അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ച് അറിയാം. പുതിയ ജനറേഷൻ, ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10 വർഷം ഗ്യാപ്പ് ഉള്ളപ്പോഴാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 90s കിഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ 20 കിഡ്സ് എന്നൊക്കെ പറയും. അതായത് 19-ാം നൂറ്റാണ്ടിലെ 1990കളിലെ ആളുകളും 2000-ലെ ആളുകൾ, അങ്ങനെ 10 വർഷം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 10 വർഷമൊന്നുമല്ല, 2-3 വർഷം കഴിയുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായി കൂടുകയാണ്. കാരണം അവരുടെ ചിന്താഗതികൾ, അവരുടെ തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടി അപ്പാവുകയാണ്. ഈ 2026-ലും ഇത്തരം അബദ്ധ ജഡില സിദ്ധാന്തങ്ങളും പ്രാർത്ഥനാ രീതികളുമായി ക്രിസ്ത്യാനിയെ വഴിതെറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ചില വ്യാജന്മാർ നമ്മളുടെ ഇടയിൽ കടന്നുകൂടിയത് നമ്മളുടെ അടുത്ത തലമുറ ദേവാലയത്തിലേക്ക് വരാത്ത വണ്ണം, വിശുദ്ധ വചനം വായിക്കാത്ത വണ്ണം, ക്രിസ്തുവിനെ അറിയാത്ത വണ്ണം, ക്രിസ്തുവിനെ വലിച്ചെറിയുന്ന തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത്തരം പിശാചുക്കളുടെ ലക്ഷ്യമെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ദയവ് ചെയ്ത് ഇത് കാണുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ഇടവകകളിൽ ഇത്തരം കോമാളിത്തരങ്ങൾ, ഇത്തരം കോപ്രായങ്ങൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഇത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയല്ല, വിശ്വാസത്തെ നശിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണമെന്ന് ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുക. നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള ദൈവജനമേ, യേശു നൽകുന്നത് അനുഗ്രഹമല്ലാതെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നമുക്ക് എന്ന് വരും? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതല്ലാതെ മാനസാന്തരമില്ലാത്ത ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട, ഒരു വിഗ്രഹത്തിൽ നിന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ ക്രിസ്ത്യാനിക്ക് എന്ന് കഴിയുന്നു, അന്ന് മാത്രമാണ് നമ്മളെ ക്രിസ്ത്യാനി എന്ന് ജനം വിളിക്കത്തുള്ളൂ, ചുറ്റുപാടുകൾ വിളിക്കത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ വെറും കോപ്രായങ്ങൾ കാണിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കും. നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിനേക്കാൾ മ്ലേച്ഛമായ അന്ധവിശ്വാസങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരെക്കാൾ മ്ലേച്ഛതയും വൃത്തികേടും കാണിക്കുകയാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, ബോധ്യമുണ്ടാക്കണം, കണ്ണു തുറക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ശ്രേഷ്ഠമായ ദൈവവിശ്വാസം, വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന വിശ്വാസമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ഇത്തരം നമ്മൾ നേരത്തെ കണ്ട വീഡിയോ പോലെ നിക്രൂരിട്ട് ഓടുന്ന ആ പയ്യനെ പോലെ, അത് കണ്ട് ഇതാണ് ശരിയെന്ന് ചിന്തിച്ച് ഓടുന്ന പയ്യന്മാരെ പോലെ നമ്മളാകരുത് ഒരിക്കലും. ഇത്തരം വിശ്വാസം ഒരുവൻ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൊച്ചു പയ്യന്മാരുടെ പോലെ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം വികലമായി എന്ന് തിരിച്ചറിയുവാൻ ഇനിയെങ്കിലും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.